വിദ്യാഭ്യാസ വകുപ്പ് SCRT വഴി പുറത്തിറക്കിയിട്ടുള്ള 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ A സെറ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പാർട്ട് തുടങ്ങുന്നത് ചോദ്യം: ഇൻ ദ പിക്ചർ AB ഈസ് എ കോഡ് ത്രൂ ദി പോയിന്റ് P ഇൻസൈഡ് ദി സർക്കിൾ സെന്റേഡ് അറ്റ് O. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ഈ കാണുന്ന വൃത്തത്തിന്റെ ആരം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. O വൃത്തകേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. AB ഒരു ഞാനാണ്. ആ AB ഒരു പോയിന്റ് ആണ് P. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ട്. അപ്പൊ നമുക്ക് ആ ചിത്രം നോക്കിയാലോ. ഇതാണ് ചിത്രം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് P ആൻഡ് AB എല്ലാവരും ഇൻസൈഡ് ദി സർക്കിൾ ആണ്, എല്ലാം വൃത്തത്തിന്റെ അകത്താണ്. അപ്പൊ വൃത്തത്തിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ഏതാണ്? PA × PB = R² - D². വൃത്തത്തിന്റെ അകത്ത് ഇൻസൈഡ് ദി സർക്കിൾ വരുമ്പോൾ R² - D². വൃത്തത്തിന്റെ പുറത്താവുമ്പോൾ D² - R². തിരിയും. ഓക്കെ, അത്രയൊക്കെ മാറ്റം ഈസി ആണല്ലോ. അങ്ങനെ വരുമ്പോൾ PA എന്ന് പറഞ്ഞാൽ 4, PB എന്ന് പറഞ്ഞാൽ 1, ആറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് അറിയില്ല, R² തന്നെ. D എന്ന് പറഞ്ഞാൽ ഇതാണ് D, ഡിസ്റ്റൻസ്. ഡയമീറ്ററോ കോമൺ ഡിഫറൻസ് ഒന്നും അല്ല കേട്ടോ, വ്യാസവും പൊതുവ്യത്യാസമൊന്നുമല്ല, ഡിസ്റ്റൻസ് ആണ് ഇവിടെ D. സോ 3, 3². അപ്പൊ എന്ത് കിട്ടും? 4 = R² - 9. -9 ഇങ്ങോട്ട് വന്നാൽ +9 ആവും. സോ 4 + 9. അപ്പൊ R എന്ന് പറഞ്ഞാൽ റൂട്ട്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 13. സ്ക്വയർ ചാടിയാൽ റൂട്ട് ആയിരിക്കും. അപ്പൊ റൂട്ട് 13 സെന്റിമീറ്റർ. ഇത്രയല്ലേ ഉള്ളൂ, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, അടുത്ത ക്വസ്റ്റ്യൻ: A is the point of intersection of the circle with the center at the origin and x-axis. ഒറിജിൻ ആധാര ബിന്ദു കേന്ദ്രമായി വരയ്ക്കുന്ന വൃത്തം എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റ് ആണ് A എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് അക്ഷത്തെ മുറിച്ചെടുക്കുന്ന പോയിന്റ് ആണ് A. അങ്ങനെയാണെങ്കിൽ സർക്കിൾ ഈസ് പാസസ് ത്രൂ C1,1. ഈ സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? 1,1 എന്നുള്ള പോയിന്റിലൂടെ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം OABC. OABC എന്ന് പറയുന്ന പാരലലോഗ്രാമിന്റെ എന്ത് കണ്ടുപിടിക്കാൻ? ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഒന്നിലധികം ഐഡിയാസ് നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കാൻ പോകണം കേട്ടോ. നോക്കി നോക്കുക അല്ലേ? ഓക്കെ, എന്താണ് ഫിഗർ? എന്താ ക്ലിയർ ആണല്ലോ കാര്യങ്ങളൊക്കെ? നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഈ OABC എന്ന് പറയുന്ന ഈ പാരലലോഗ്രാം അഥവാ സാമാന്തരികത്തിന്റെ പരപ്പളവ് ഏരിയ കാണണം അല്ലെ? എങ്ങനെ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണുക? അത് ആദ്യം അറിയണല്ലോ. സാമാന്തരികത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് പാരലലോഗ്രാം, എങ്ങനെയാണ്? B × H, ബേസ് × ഹൈറ്റ്, പാദം × ഉയരം ആണല്ലോ. ബേസ് എന്ന് പറഞ്ഞാൽ OA ആണല്ലോ. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, നിർബന്ധമൊന്നുമില്ല. OA × ഹൈറ്റ്. H എന്ന് പറഞ്ഞാൽ എവിടെ വരിക? ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കല്ലേ നമുക്ക് H കിട്ടാൻ നല്ലത്. അപ്പൊ ഞാൻ ഇവിടെ D എന്ന് കൊടുക്കുകയാണെങ്കിൽ OD, OA × OD. പക്ഷെ നമുക്ക് OAയും അറിയില്ല, ODയും അറിയില്ല, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ OA എന്ന് പറയുന്നത് OCക്ക് ഈക്വൽ ആണ്. OA എന്ന് പറയുന്നത് OCക്ക് ഈക്വൽ ആണ്, തുല്യമാണ്. എന്തുകൊണ്ട്? രണ്ടും ആരങ്ങളാണ് അല്ലെ? വൃത്തത്തെ സംബന്ധിച്ച് രണ്ടും ആരങ്ങൾ, റേഡിയസ് അല്ലെ? റേഡിയസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ചേ, ഇത് സെന്റർ അല്ലേ, ഒറിജിൻ ആധാരബിന്ദു, അപ്പൊ 0, 0 ആയിരിക്കും. അപ്പൊ നമുക്ക് OA കിട്ടുന്നതിന് പകരം OC കിട്ടിയാലും മതി. OC എങ്ങനെ കാണുക? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. √(x2 - x1) ² y2 - y1 ² അല്ലെ? ഇതിനെ x1 y1 എന്ന് എടുത്താൽ ഇത് x2 y2. ഈസി, നമ്മൾ പലവട്ടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ √(x2) എന്ന് പറഞ്ഞാൽ 1, 1 - 0 ² 1 - 0 ² 1 ന് 0 ആയിട്ട് ഒരു കാര്യമില്ല. സോ 1 + 1 = √2 എന്ന് കിട്ടും ഇല്ലേ? സ്ക്വയർ ആണെങ്കിലും മൈനസ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല, അതുകൊണ്ടാണ് വേഗം എഴുതിയത്. അങ്ങനെ വരുമ്പോൾ √2 എന്ന് കിട്ടി. √2 എന്ന് കിട്ടിയാൽ നേരെ അടുത്തേക്ക് കിടക്കാലോ. OA എന്തായി? അപ്പോ OC = OA. അപ്പൊ എന്ത് കിട്ടി? √2. അപ്പൊ OA കിട്ടി. ഒരു പ്രശ്നം തീർന്നു. ഇനി ഇത് വേണം, OD അല്ല കേട്ടോ, സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, CD ആണ്. ഓക്കെ, സോറി, CD വേണം അല്ലേ? ഇതല്ലേ ഹൈറ്റ്. അപ്പോ അതാണല്ലോ വേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ കണ്ടില്ലേ, ഈ C എന്ന് പറയുന്നത് 1, 1 ആണല്ലോ. അതിന്റെ അർത്ഥം എന്താ? ഇതിലെ എക്സും വൈയും 1 ആണ് അല്ലെ? എക്സും വൈയും 1 പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഈ പോയിന്റ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 1 വരണം. എന്നാലേ ഇവിടെ വന്നാലല്ലേ ഇവിടെ 1 വരുള്ളൂ. ഓക്കെ, ഇനി y1 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും? ഇതിന് നേരെ, ഈ പോയിന്റിന് നേരെയുള്ള ഈ ഭാഗത്ത് എന്തായിരിക്കും വരിക? 1 ആണ് അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ചേ, ഈ അകലത്ര 0 നിന്ന് 1 വരെ 1,
അപ്പോൾ ഇവിടെ ഒന്നാണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എച്ച് കിട്ടി, അഥവാ സി ഡി കിട്ടി. സി ഡി എത്രയാണ്? ഒന്നാണ്. അപ്പൊ രണ്ടും കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഏരിയ കാണാലോ. ഏരിയ അഥവാ പരപ്പളവ് ബി, ബി എന്ന് വെച്ചാൽ √2 ബേസ്, ഓക്കെ, OA ഇൻറ്റു എച്ച് 1. അപ്പൊ √2 ഇൻറ്റു 1 √2 തന്നെ. വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇത്രയുള്ള പരിപാടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, അപ്പൊ എന്താ ചോദ്യം? ഇതാ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് കണ്ടെത്തണം മനസ്സിലാവും. ഈ രണ്ട് കോണുകൾ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്, ആണല്ലോ. ഇതെന്താ? ഒരു സൈക്കിൾ കോർഡിനേറ്റർ ആണ്, ചക്രീയ ചതുർഭുജാണ്. ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഇതൊരു തൊടുവരയാണ്, ടാൻജന്റ് ആണ്, ഈസിയാണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയോക്കെ, ACB ആണ് ചോദിച്ചത്. ACB എന്ന് പറഞ്ഞാൽ ഇത്, അത് നമുക്ക് ചക്രീയ ചതുർഭുജം അഥവാ സൈക്കിൾ കോർഡിനേറ്ററിന്റെ ഐഡിയ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഈസി ആണല്ലോ. എന്താ സൈക്കിൾ കോർഡിനേറ്ററിന്റെ പ്രത്യേകത? ചക്രീയ ചതുർഭുജം, എതിർ കോണുകളുടെ തുക 180, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ 180 അല്ലെ? അപ്പൊ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 110, 110 അല്ലെ? ഇനി അടുത്ത ചെയ്യുന്നത് ചെറിയ കാര്യമാണ്, പക്ഷെ ശ്രദ്ധിച്ചോളൂ. തൊടുവര വെച്ചിട്ടാണ്, ടാൻജന്റ് വെച്ചിട്ടാണ്. നമ്മൾ നോക്കിക്കേ, നമ്മൾ ഈ AB ആണ് ജോയിൻ ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ട്രയാങ്കിൾ ABC നോക്കുക. ഈ ട്രയാങ്കിൾ ABCയിൽ എന്താ പ്രത്യേകത? തന്നിട്ടുണ്ട് AC = BC. AC = BC എവിടെ ഉണ്ട്? ഗിവൺ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. AC = BC ആണെങ്കിൽ, അഥവാ ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ ABC = ആംഗിൾ BAC അല്ലെ? ഇതും ഇതും ഈക്വൽ ആണ്. അത് രണ്ടും അപ്പൊ എത്രയായിരിക്കും? 35 ആവണം. 35 35 70, 70 110 180 ട്രയാങ്കിൾ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ 35 കിട്ടി, അതാണ് പോയിന്റ് അല്ലെ? അപ്പൊ ട്രയാങ്കിളിന്റെ മുകൾ ഭാഗത്ത് 35 കിട്ടി. അങ്ങനെ കിട്ടിയാൽ നമുക്ക് CBT കിട്ടും. എങ്ങനെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻജൻസിൽ എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. ഒരു ത്രികോണത്തിന്റെ ഒരു കോൺ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നാൽ അങ്ങനെ അറിയാമെങ്കിൽ ഈ രണ്ട് സൈഡിൽ ടാൻജൻസ് തൊടുവരകളുണ്ട്. അപ്പൊ ഈ കോൺ അറിയാമെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് എടുക്കുക, എതിർവശം എടുക്കുക. അതിന്റെ പുറത്തുള്ള ആംഗിൾസ്, ടാൻജന്റുമായിട്ട് അതിന്റെ പുറത്തുണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് ഞാൻ തന്നെ കൃത്യമായി നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സിൽ കൃത്യമായി ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക, അതിന്റെ പുറത്തുള്ള ആംഗിൾസ് കോണുകൾ തുല്യമാണ്. അതേ സിറ്റുവേഷൻ ആണ് ഇവിടെ. എന്താ, ഇവിടെ വന്നു, അതിന്റെ എതിർവശം എടുത്തു, എതിർവശത്തെ സൈഡ് BC, അതിന്റെ പുറത്തുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതാ? ഇതാണ്. അതെന്തായിരിക്കും? 35 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടും? CBTT ഇവിടെ ഉണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോ അത് 35 ഡിഗ്രി എന്ന് വരും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, എ ബോയ് സീസ് ദ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ 35 ഡിഗ്രി. വാക്കിംഗ് 10 meters towards the building, he sees it at an angle of elevation 70 degree. റഫ് സ്ട്രെച്ച് വരയ്ക്കുക. ഓക്കെ, ഏതാ ക്വസ്റ്റ്യൻ? എവിടെന്നാ? ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്നാണ്. എന്താണ്? ഒരു കുട്ടി ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് 35 ഡിഗ്രി മേൽക്കോണ് കണ്ടു. കുറച്ചുകൂടി 10 മീറ്റർ കൂടി മുന്നിലേക്ക് നടന്നു, ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ അത് 70 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ റഫ് സ്കെച്ച്, അതായത് ഏകദേശ ചിത്രം വരയ്ക്കുക. ആൻഡ് ദെൻ അതിനുശേഷം കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് തന്നെ ചെയ്യാലോ. അപ്പൊ ആദ്യം നമുക്ക് വരച്ചു നോക്കല്ലേ? എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ ട്രിഗണോമെട്രിയിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ആദ്യം എന്ത് ചെയ്യണം? ഗ്രൗണ്ട് വരയ്ക്കണം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്രൗണ്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, വളയത്ത്. ഗ്രൗണ്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, എന്താ പറഞ്ഞത്? ഒരു കുട്ടി, ആ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടില്ല. അപ്പൊ ഇത് തന്നെയാണ് ആ കുട്ടി. ഓക്കെ, B എന്നിട്ടു, ബോയ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നിട്ട് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ നോക്കിയപ്പോ 35 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ, 35 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. പിന്നെ 10 മീറ്റർ കൂടി അങ്ങോട്ട് നടന്നു. ഇനിയിപ്പോൾ അവിടെ B ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ A ഇടുന്നു. ഓക്കെ, 10 മീറ്റർ കൂടി മുന്നോട്ട് ടുവേർഡ്സ് ദി ബിൽഡിംഗ്, ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് നടന്നപ്പോ ഇവിടെ നിന്ന് നോക്കി ബിൽഡിങ്ങിന്റെ മുകളിൽ. അപ്പൊ അത് 70 ഡിഗ്രിയിലാണ് കണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എത്ര അല്ലെ? അപ്പൊ ഇത് ബിൽഡിംഗ് ആണല്ലോ. അപ്പോ എന്താ? CD നിൽക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ DC അഥവാ CD ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈസി ആയിട്ട് കാണാം. ഇവിടെ വേണമെങ്കിൽ ഒരു എളുപ്പവഴി ഉണ്ട്. എളുപ്പവഴി ആണെങ്കിലും അത് എന്ത് ചെയ്യണം? മുഴുവൻ സ്റ്റെപ്പ് എഴുതണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താ? ആംഗിൾ DAB ഈക്വൽ ടു ഏതാ? DAB ഇത് എത്രയായിരിക്കും? അത് 180 നിന്ന് 70 കുറച്ചതായിരിക്കും. അപ്പൊ 110 അല്ലേ? അപ്പൊ ഇത് 110. ഓക്കെ, ആ 110 കിട്ടി. സ്റ്റെപ്പ് മുഴുവൻ എഴുതണം. എളുപ്പപ്പണിയാണ്, പക്ഷെ സ്റ്റെപ്പ് മുഴുവൻ എഴുതണം. അങ്ങനെയാണെങ്കിൽ
നമുക്ക് മനസ്സിലാക്കാം. ഇത് 110 ആണെങ്കിൽ ഇവിടെ എന്താ വരിക? ആംഗിൾ എ ഡി ബി 35 ഡിഗ്രി. ഇതാ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയും 35, ഇവിടെയും 35 അല്ലെ? നമ്മൾ നേരത്തെ തൊട്ടുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ്സ് മീൻസ് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ എതിർ കോണുകൾ തുല്യമായിരിക്കും. തൊട്ടുമ്പോൾ അല്ലെ? അപ്പൊ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ എതിർ വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരും? 10 തന്നെ വരും. ഏതാ 10 വരിക? എ ഡി എന്ത് വരും? എ ഡി 10 എന്ന് വരും. കാരണം എന്താ? 10 മീറ്റർ. ഓക്കെ, എ ഡി 10 എന്ന് വരും. കാരണം 35-നെതിരെയുള്ള വശങ്ങളാണ്. ഇവിടെ 10 വന്നാൽ അവിടെ തന്നെ വരുള്ളൂ, 10 തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പൊ അത് വൃത്തിയായി എഴുതി വെക്കണം. അല്ലാതെ ചിത്രത്തിൽ മാത്രം എഴുതി വെച്ചാൽ പോരാ, ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ആ ട്രയാങ്കിൾ എ സി ഡി നോക്കിയാൽ ഉത്തരം കിട്ടും. എങ്ങനെ? എ സി ഡിയില് ഇവിടെ 90 ഡിഗ്രി ആവുകൊണ്ട് നമുക്ക് ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം അറിയാം. 90-നെതിരെയുള്ള സൈഡാണ് 10 ആണല്ലോ. ഇനി നമുക്ക് ഏതാ വേണ്ടത്? ഈ 70 ഡിഗ്രിയെ വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് വേണ്ടത് അല്ലെ? അപ്പൊ എതിർവശം എ സി സോറി സി ഡി അഥവാ എതിർവശമാണ് നമുക്ക് വേണ്ടത്. ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് വേണ്ടത് അല്ലെ? ഹൈപ്പോട്ന്യൂസ് ഉണ്ട് അഥവാ കർണമുണ്ട്, ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം വേണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതില്ല. ഹൈപ്പോട്ന്യൂസ് ഓപ്പോസിറ്റ് അഥവാ എതിർവശം കർണം രണ്ടും കൂടി ഒരുമിച്ച് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് അറിയാം, സൈൻ ആണ്. അപ്പൊ സൈൻ എ ഇസ് ഈക്വൽ ടു എതിർവശം ബൈ കർണം അഥവാ ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? അങ്ങനെ വരുമ്പോ സൈൻ 70 ആണ്. 70 വെച്ചാൽ ഓപ്പോസിറ്റ് സി ഡി ബൈ കർണം 10, ഹൈപ്പോട്ന്യൂസ് 10. സൈൻ 70 എന്ന് പറയുമ്പോൾ 0.93 ആണ്. സോ 0.93 സി ഡി ബൈ 10 ബൈ 10 ഇങ്ങോട്ട് വന്നാൽ ഇൻറ്റു 10 ആയിരിക്കും. ഓക്കെ, സി ഡി ആയതുകൊണ്ട് സി ഡി എന്ന് പറഞ്ഞാൽ എന്താ? 9.3 മീറ്റർ അഥവാ കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 9.3 മീറ്റർ ആണ്. ഓക്കെ, ഇതൊരു എളുപ്പപ്പണിയാണ്. ഇത് പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് സാഹചര്യങ്ങൾ ഒത്തു വരണം. ഇവിടെ 110 വന്നു, ഇവിടെ 35 ഒക്കെ ഒരുപോലെ വരണം. നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ഇതൊരു ബൈ ചാൻസ് കിട്ടിയ കാര്യമാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ 40 തന്നില്ലെങ്കിൽ ഈ പരിപാടി നടക്കില്ലായിരുന്നു. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 40 തന്നില്ലെങ്കിൽ സാധാരണ ചെയ്ത പോലെ ആദ്യത്തെ ട്രയാങ്കിൾ രണ്ടാമത്തെ ട്രയാങ്കിൾ എടുത്തിട്ട് തന്നെ രണ്ട് ഇക്വേഷനായി സോൾവ് ചെയ്യുന്ന വേണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്തായിരുന്നു ഓർ ക്വസ്റ്റ്യൻ? Two buildings stands 50 meters apart on a flat terrain. A person standing on the top of the less tall building sees the foot of the taller building at an angle of depression 30 degree and the top of at an angle of elevation 40 degree. എന്താ പറഞ്ഞത്? രണ്ട് ബിൽഡിംഗ് ഉണ്ട്, അവയിൽ തമ്മിൽ 15 മീറ്റർ വ്യത്യാസമുണ്ട്. അതിൽ ചെറിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാള് വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് താഴേക്ക് നോക്കി. താഴേക്ക് നോക്കിയപ്പോൾ കീഴ്ക്കോൺ എന്ന് പറയുന്നത് 30, ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30, മുകളിലേക്ക് നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ എത്രയാണ്? 40 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? റഫ് സ്കെച്ച് ചെയ്യുക, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടാൾ ബിൽഡിംഗ്. വലിയ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യന്റെ ആണ് കേട്ടോ. ഇതിനെ പടണ്ട, ഇത് ഇതിന്റെയാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കിയാലോ. 15 മീറ്റർ വിട്ടിട്ട് രണ്ട് ബിൽഡിംഗ് ഉണ്ട്. ഒന്ന് ചെറുതാണ്, ഒന്ന് വലുതാണ്. ഞാൻ സ്ഥലം വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഇതിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നു, പേഴ്സൺ പി. അയാളുടെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ടോപ്പ് തന്നെ, ബിൽഡിങ്ങിന്റെ ടോപ്പ് തന്നെയാണ് അയാൾ, ഏറ്റവും മുകൾ ഭാഗം തന്നെയാണ് ആള്. എന്നിട്ട് ഇയാൾ ആദ്യം നേരെ നോക്കണല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ താഴത്തേക്ക് നോക്കി. താഴത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ടായ ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്ക്കോൺ 30 ഡിഗ്രിയും മുകളിലേക്ക് നോക്കി ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രിയുമാണ്. ഓക്കെ ആണല്ലോ? ഇതിനെ നമുക്ക് എ ബി സി ഡി ഇടാം. എന്ത് വേണം ഇടാം, ഞാൻ ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇനിയോ ഇവിടെ 30 വന്നാൽ നമുക്കറിയാം ഇത് എന്തായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ 90 അല്ലേ വരിക? ബിൽഡിംഗ് എന്തായാലും 90 ആണല്ലോ. അപ്പൊ ഇതോ 60 വരും. അപ്പൊ ട്രയാങ്കിൾ പി എ ബിയില് ആംഗിൾസ് ഏത് ഡിഗ്രിയിലാ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് വെച്ചാൽ 1:√3:2 അല്ലേ? 1:√3:2 എന്ന് പറയുമ്പോ ഇവിടെ നമുക്ക് 60ന്റെ എതിർവശം തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? ഞാൻ ഈ ഭാഗം ചെറുതായിട്ടൊന്ന് മാറ്റിയാണ്. ഞാൻ മായ്ക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ശ്രമിച്ചു, പക്ഷെ നടക്കില്ല. ഓക്കെ, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് മായ്ക്കാണ് നല്ലത്. ഓക്കെ, അപ്പൊ 60ന്റെ എതിർവശം തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 15. അപ്പൊ എങ്ങനെ 30ന്റെ എതിർവശം കാണാം? ഞാൻ പറഞ്ഞിട്ടുണ്ട് 15/√3 എന്ന് എഴുതിയാൽ മതി.
അങ്ങനെയാണെങ്കിൽ 90 എതിർവശം എന്താവും? 15 ആണെങ്കിൽ ഇവിടെ 30/√3. എന്റെ ക്ലാസ് കാണുന്നവർക്ക് അറിയാം. അങ്ങനെയാണല്ലോ. ഇനി മനസ്സിലാവാത്തത് റിവിഷൻ ക്ലാസ് ഇടാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടി 30 എതിർവശം 15/√3. 30 എതിർവശം എന്ന് പറഞ്ഞാൽ ഏതാ? PA. ഇത് ഏതാ? PA. PA എന്ന് പറഞ്ഞാൽ ഏതാ? ചെറിയ ബിൽഡിംഗ് ആണ് അല്ലെ? ചെറുതിന്റെ ഹൈറ്റ് കിട്ടിയില്ലേ? കിട്ടി. PA സമം എന്ത് കിട്ടി? 15/√3 എന്ന് കിട്ടി. ഇങ്ങനെ എഴുതിച്ചാൽ മതി. ഇത് ഏതിന് തുല്യമായിരിക്കും? BCക്ക് തുല്യമായിരിക്കും അല്ലെ? അപ്പൊ BC കിട്ടി 15/√3. ഇനി ഏത് മതി നമുക്ക്? CD കൂടി കിട്ടിയാൽ മതി. CD കൂടി കിട്ടിയാൽ നമുക്ക് എന്തായി? ആ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് മുഴുവനായി ആയില്ലേ? CD കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കണം? ഇവിടെ 15 ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും? 15 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് CD കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം? ട്രയാങ്കിൾ PCD എടുക്കണം അല്ലെ? ട്രയാങ്കിൾ PCD എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഉള്ളത് ഈ 40 വെച്ച് നോക്കുമ്പോൾ അഡ്ജസന്റ് സൈഡ് ആണ്, സമീപവശമാണ്. 40 വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എതിർവശമാണ്. അപ്പൊ നമ്മൾ ഏത് ഉപയോഗിക്കണം? tan A = എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അങ്ങനെ വരുമ്പോൾ എന്താ ആൻസർ കിട്ടും? tan 40 സമം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ CD ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 15. അങ്ങനെ വരുമ്പോൾ tan 40 നമുക്ക് അറിയണം. tan 40 എന്ന് പറയുന്നത് 0.83. അപ്പൊ 0.83 ബൈ 15 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 15. അപ്പൊ എന്ത് കിട്ടും? CD കിട്ടും. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. CD കിട്ടിയാൽ ഹൈറ്റ് ഓഫ് ദി ടാൾ ബിൽഡിംഗ്, വലിയ കെട്ടിടത്തിന്റെ ഉയരം അല്ലെ? വലിയ കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? BCയും CDയും കൂട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ ABC ടച്ചസ് ദി സൈഡ്സ് അറ്റ് PQR. എന്താണ്? ഈ ത്രികോണം ABCയുടെ ഇൻസർക്കിൾ, അന്തർവൃത്തം എന്ന് പറയുന്നത് PQR എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് സൈഡ്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, നമുക്കറിയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ AC തൊടുവരയാണ്, BC തൊടുവരയാണ്, AB തൊടുവരയാണ്. എന്താണ്? AB, AC, BC എന്നിവ ടാൻജൻസ് ആണെന്നാണ് കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിനോട്ടിംഗ് ദ ലെങ്ത് ഓഫ് AB ബൈ X. AP എന്നുള്ള നീളം ഇത് X ആയിട്ട് എടുത്ത് റൈറ്റ് ദി എക്സ്പ്രഷൻ ഓഫ് PQ, BQ ആൻഡ് CR. എന്താണ്? റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദി ലെങ്ത്സ് ഓഫ് BQ ആൻഡ് CR. ഏതൊക്കെയാണ്? BQനും CRനെയും ഇതേപോലെ എക്സിന്റെ രൂപത്തിലുള്ള എക്സ്പ്രഷൻസ് ആക്കിയിട്ട് രൂപത്തിൽ എഴുതണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇത് X ആണെങ്കിൽ BQ എന്താണ്, ഇതും CR എന്താണ്. ഓക്കെ, ഇത് X ആണെങ്കിൽ നമുക്കറിയാം ഈ ഭാഗം എന്ന് പറയുന്നത് 6 - X ആയിരിക്കും. കാരണം ടോട്ടൽ ലെങ്ത് 6 ആണ്. അപ്പൊ നമുക്ക് എഴുതാം. ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് എന്ത് എഴുതാം? ഒന്നാമത്തെ ആൻസറിൽ BP = 6 - X ആണല്ലോ. BP 6 - X ആണെങ്കിൽ എന്തും 6 - X ആയിരിക്കും. BQവും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ബിയിൽ നിന്നുള്ള രണ്ട് ടാൻജൻസ് തൊടുവരകൾ രണ്ടിന്റെ നീളം എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. സോ ഇതും 6 - X ആണ്. അങ്ങനെ വരുമ്പോ എന്ത് CQ വരും? CQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഏതാ? ആകെ ഉള്ള നീളം CB. അതിൽ നിന്ന് BQ കുറച്ചാൽ പോരെ ഈ നീളം? ആകെ നീളത്തിൽ നിന്ന് ഇത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? CQ കിട്ടും. ആകെ നീളം 4 ആണ്. മൈനസ് ഏതാണ് കുറക്കേണ്ടത്? 6 - X അല്ലെ? രണ്ടാളുണ്ടാവും. ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. BQ എന്ന് പറഞ്ഞാൽ 6 - X. ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താ? ഈ രണ്ട് പേർക്ക് മൈനസ് ബാധകമാണ്. അപ്പൊ ഈ 6 ഇപ്പൊ പോസിറ്റീവാ, മൈനസ് വരുമ്പോൾ നെഗറ്റീവ് ആവും. X നെഗറ്റീവാ, വീണ്ടും ഒരു മൈനസ് വരുമ്പോൾ അത് പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 - 6 -2 + X അല്ലെങ്കിൽ X - 2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് CQ കിട്ടി. CQ X - 2 ആണെങ്കിൽ CRും എന്ത് തന്നെയായിരിക്കും? X - 2 തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതും കിട്ടി? CR = X - 2 എന്ന് കിട്ടി. 2 കിട്ടിയല്ലോ. എന്നാ ഞാൻ സ്ഥിതിക്ക AR കൂടി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മിക്കവാറും വേണ്ടി വരും. എന്തായാലും നമുക്കൊന്ന് എഴുതി വെച്ചേക്കാം. AR അതല്ലേ ബാക്കിയുള്ളൂ. AR എന്ന് പറഞ്ഞാൽ മൊത്തം നീളം AC, ACയിൽ നിന്ന് CR കുറയ്ക്കണം. AC എന്ന് പറയുമ്പോൾ ആകെ 5. അപ്പൊ 5 - CR X - 2 മൈനസ് കൊടുത്താൽ 5 - X + 2 അഥവാ 5 2 കൂട്ടിയാൽ 7, 7 - X. അപ്പൊ AR കിട്ടി. 7 - X എന്തായാലും വേണ്ടി വരും. എന്താ ബി ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AP. APയുടെ നീളം കാണുക.
അപ്പൊ എനിക്ക് തോന്നും ഇവിടെ എക്സ് സ്ഥിതിക്ക് എക്സ് എടുത്താൽ പോലെ മതി, പക്ഷെ അത് പോരാ. ശരിയാണ്, ഇവിടെ എക്സ് വന്നാൽ അവിടെ എക്സ് എടുക്കാം, പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഇവിടെ കിട്ടിയ 7 - x ഇല്ലേ, അത് വേണം ഇവിടെ എടുക്കാൻ. ഓക്കെ, എക്സ് എടുക്കാൻ നമ്മളോട് ആര് പറഞ്ഞു? ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഓക്കെ, അത് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ട് ബി ക്യൂവും സി ആറും ഇല്ലാണ്. അത് അതിനുശേഷം നമ്മൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകണമെങ്കിൽ, എക്സിന്റെ വില കാണണമെങ്കിൽ നമ്മൾ ഇവിടെ കിട്ടിയ 7 - x ഇവിടെ കൊടുക്കണം, എ പിക്ക് കൊടുക്കണം. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏറ്റവും വലിയ സൈഡ് ഏതാ? അതില് 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 6ആണല്ലോ ഇത്. ഏറ്റവും വലിയ സൈഡില് സൈഡുകളെ, ഏറ്റവും വലിയ സൈഡിന്റെ ഭാഗങ്ങളെ, ഏറ്റവും വലിയ സൈഡിന്റെ വശത്തിന്റെ ഭാഗങ്ങളെ 2 നമ്പറിലും 2 ലെറ്ററിലും ഡിനോട്ട് ചെയ്യണം. ഏറ്റവും വലിയ സൈഡിനെ 2 നമ്പർ ഏതൊക്കെയാണ്? 7ഉം 6ഉം. 2 ലെറ്റർ, ഒരേ ലെറ്റർ ആണെങ്കിലും എക്സും എക്സും ഇല്ലേ. ഏറ്റവും വലിയ സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 നമ്പറിലും 2 ലെറ്ററിലും ഡിനോട്ട് ചെയ്യണം. എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം? എക്സ് എടുത്താൽ പ്രശ്നം എന്താ? 2 ലെറ്റർ ഉണ്ട്, അക്ഷരങ്ങളുണ്ട്, പക്ഷെ 2 നമ്പറില്ല. ഓക്കെ, ഇത് അങ്ങനെ അല്ലേന്ന് വെച്ചാലാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഒരു എക്സ് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആവാൻ പറ്റില്ല. രണ്ടും ഒന്നുകിൽ നെഗറ്റീവ് അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആവണം കേട്ടോ. അങ്ങനെ വരുമ്പോ നമ്മൾ എ ബി വെച്ചിട്ട് ചെയ്യുന്നു. എ ബി എന്ന് പറഞ്ഞാൽ എ പി പ്ലസ് ബി പി ആണ്. എ ബി എന്നുള്ളതിന് നമുക്ക് 6 എന്ന് എടുക്കാം. എ പി 7 - x പ്ലസ് 6 - x. 7 6 കൂടി കൂട്ടിയാൽ 13 -x - 2x. ഈ -2x ഇങ്ങോട്ട് വന്നാൽ +2x, 13 ഇവിടെ കിട്ടെ, +6 അങ്ങോട്ട് പോയാൽ -6. Therefore 2x is equal to 7. അപ്പൊ x is equal to 7/2 അഥവാ 3.5 കിട്ടിയില്ലേ? എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? പോലെ. ദാറ്റ്സ് ഓൾ. ഇനി എല്ലാ സൈഡും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എല്ലാവരും എക്സ് ആണ് കൊടുത്താൽ മതി. ആ എക്സിന്റെ വാല്യൂ കൊടുത്താൽ എല്ലാ ഭാഗങ്ങളും എല്ലാവരും കിട്ടും കേട്ടോ. ഓക്കെ, എന്താ അടുത്ത ചോദ്യം? ഫിഗർ ഞാൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് xy പ്ലസ് xz മൈനസ് yz ഇസ് ഈക്വൽ ടു 2xt എന്നാണ് അല്ലെ. അപ്പൊ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ഈ xt എന്നുള്ള ഈ പോയിന്റിന് മാത്രമേ t എന്ന് തന്നിട്ടുള്ളൂ. ഇവിടെ രണ്ടോർക്കും പോയിന്റ് മാത്രമേ ഉള്ളൂ അല്ലെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആ xt ആൻസർ ചെയ്ത് കൊടുക്കുമ്പോൾ xt എന്തെങ്കിലും ഒരു അക്ഷരം എടുക്കുക, മീൻസ് എഴുതാനുള്ള സുഖത്തിന്. xt ഈക്വൽ ടു ഞാൻ a എന്ന് എടുക്കുന്നു. ഓക്കെ, xt a ആണെങ്കിൽ ഈ നീളം തന്നെ ആയിരിക്കും, a തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഇത് വരെയുള്ള നീളം a ആയിരിക്കും. അടുത്തതോ xt a ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? yt എന്നുള്ളതിനെ നമ്മൾ b എന്ന് എടുക്കുന്നു. ഓക്കെ, yt എന്താണ്? b. ഇത് b ആണെങ്കിൽ ഇവിടെ തന്നെയാണ്, b തന്നെയാണ്. അടുത്തതോ ഇവിടെ ഒരു ഭാഗം കൂടി ഇല്ലേ, ഈ ഭാഗത്തിന്. ഓക്കെ, അതിന് നമുക്ക് ഇനിയിപ്പോ വേണമെങ്കിൽ അക്ഷരം എന്തെങ്കിലും ഇടാം, ഇല്ലെങ്കിൽ ഇതിനെ എന്തെടുക്കുന്നു? c എന്ന് കൊടുക്കുന്നു. ഓക്കെ, പേര് എഴുതണമെന്നൊന്നുമില്ല, ഇവിടെ c ആയി ആയല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കാര്യം ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ്? xy പ്ലസ് xz മൈനസ് yz ഇസ് ഈക്വൽ ടു ഒന്ന് ചെയ്ത് നോക്കല്ലേ. xy എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ആ മൊത്തം നീളം എന്ന് പറയുമ്പോൾ എയും ബിയും കൂടി കൂട്ടിയതല്ലേ. അപ്പൊ a പ്ലസ് ബി പ്ലസ് ഈ പ്ലസ് ആണ് കേട്ടിട്ട് xz ഇതാണല്ലോ, ഈ മുഴുവൻ നീളം അതൊക്കെ എയും സിയും. അപ്പൊ a പ്ലസ് സി. അടുത്തതോ മൈനസ് yz എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഏതൊക്കെയാണ്? ബി പ്ലസ് സി. അത് ബ്രാക്കറ്റ് ഇട്ടോളാം, കാരണം എന്താ? മൈനസ് ഇട്ടുണ്ട്, മൈനസ് ഇട്ടേക്ക് ബ്രാക്കറ്റ് ഇടണം. മൈനസും 2 ആൾക്കാരും വന്നാൽ ബ്രാക്കറ്റ് ഇടണം. അപ്പോ എയും എയും കൂട്ടിയാൽ 2a പ്ലസ് ബി പ്ലസ് സി. ഈ മൈനസ് ഈ ബിക്ക് കൊടുത്താൽ മൈനസ് ബി ആവും, ഈ സിക്ക് കൊടുത്താൽ അത് മൈനസ് സി ആവും. അപ്പൊ പ്ലസ് ബി മൈനസ് ബി കട്ടാവും, പ്ലസ് സി മൈനസ് സിയും കട്ടാവും. അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2a. എന്താ a? a എന്ന് പറഞ്ഞാൽ xt അല്ലേ, xt പകരമല്ലേ a എടുത്ത്. അപ്പൊ നമുക്ക് എഴുതാം ഈക്വൽ ടു 2xt. എന്ത് ഈക്വൽ ടു? അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. xy പ്ലസ് xz മൈനസ് yz ഇസ് ഈക്വൽ ടു 2xt. ഈസിയായ പരിപാടിയാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, എ സ്ക്വയർ പിരമിഡ് ഈസ് മെയ്ഡ് വിത്ത് എ സ്ക്വയർ ഓഫ് സൈഡ് 12 cm ആൻഡ് 4 isosceles triangles with equal sides 10 cm. കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കിയിട്ടുണ്ട്. സമചതുര സ്തൂപിക എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ബേസിൽ ഒരു സ്ക്വയർ ആയിരിക്കും, അതിന്റെ സൈഡ് 12 ആണ് തന്നു. അപ്പൊ എ എത്രയാണ്? 12 ആണ്. പിന്നെ 4 ഐസോസിലസ് ട്രയാങ്കിൾ, 4 ട്രയാങ്കിൾ ഉണ്ടാവുന്നതായ ഉറപ്പാണ്. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ 2 വശങ്ങൾ തുല്യമാണ്, എന്ന് വെച്ചാൽ സമപാർശ്വ ത്രികോണം. അപ്പോഴും ഈ താഴ്ഭാഗം തന്നെയാണ് 12 തന്നെയാണ്. പിന്നെ തുല്യമായ വശങ്ങൾ ഈ 2 സൈഡും 10. ഇത് ഏതക്ഷര? ഇ ആണല്ലോ. ഇങ്ങനെ വന്നിട്ട് നമ്മളോട് ചോദിച്ചു ഇതിന്റെ വോളിയം എന്താണ്? വോളിയം എങ്ങനെയാണ്? അഥവാ വ്യാപ്തം. സമചതുര സ്തൂപികയുടെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ a² h/3 ആണല്ലോ. a² ആണ് നമുക്കറിയാം,
എ ഈസി ആയിട്ട് കിട്ടും, എന്താ 12. പക്ഷെ എച്ച് നമുക്കറിയോ ഇല്ല. അപ്പൊ എച്ച് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു, എച്ച് സ്ക്വയർ എങ്ങനെ കാണുക, എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. പൈതഗോറസ് തിയറം തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എൽ സ്ക്വയർ നമുക്കറിയോ അതുമില്ല. അപ്പൊ നമ്മൾ ആദ്യം എല്ല് കണ്ടുപിടിക്കണ്ടേ. എൽ അഥവാ എൽ സ്ക്വയർ കിട്ടിയ എല്ല് കിട്ടും. എൽ എന്ന് പറഞ്ഞാൽ ഏതാ, ഇതാ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണല്ലോ, ഇതാണല്ലോ എല്ല്. ഇത് കിട്ടിയാലേ എച്ച് കിട്ടുള്ളൂ. അപ്പോഴോ എൽ എങ്ങനെ കാണുക, ഇ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ 10 സ്ക്വയർ മൈനസ് എ ബൈ ടു എന്ന് പറഞ്ഞാൽ 12/2 ഹോൾ സ്ക്വയർ. 10 സ്ക്വയർ 100, 12ന്റെ പകുതി 6, 6ന്റെ സ്ക്വയർ 36. അപ്പോൾ എൽ എന്ന് പറയുമ്പോ റൂട്ട് അല്ലെ, സ്ക്വയർ അങ്ങോട്ട് പോയാൽ റൂട്ട് ആവും. ഇത് കുറച്ചാൽ 64 അഥവാ 8. എല്ല് കിട്ടിയല്ലോ. എല്ല് കിട്ടിയാലാണ് ഏത് കിട്ടുക, എച്ച് കിട്ടുക. അപ്പൊ എച്ച് കണ്ടുപിടിക്കാലോ. എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ മൈനസ്, ഞാൻ ഒരു വട്ടം ഇവിടെ ഇക്വേഷൻ എഴുതിയോണ്ടാണ് രണ്ടാമത് എഴുതാത്തത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതുമ്പോൾ എന്തായാലും ഇക്വേഷൻ എഴുതണം, നേരിട്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റില്ല. എ ബൈ ടു നമ്മൾ നേരത്തെ ചെയ്തു 12/2 ഹോൾ സ്ക്വയർ. 8ന്റെ സ്ക്വയർ 64 മൈനസ് 36. അപ്പൊ എച്ച് എന്ന് വെച്ചാൽ റൂട്ട് എച്ച് എന്ന് പറയുമ്പോൾ റൂട്ട് 30 കുറച്ചാൽ 34, 6 കുറച്ചാൽ 28, റൂട്ട് 28. റൂട്ട് 28ന് റൂട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു ഏകദേശം വില എടുക്കാം. 25 ഉള്ള സ്ഥിതിക്ക് ഇവിടെ 5.2 ഒന്നൊക്കെ എടുക്കാം. ഓക്കെ, അത് 1 എടുത്താലും 2 എടുത്താലും വിഷയമല്ല, കാരണം റൂട്ട് 25നൊക്കെ കുറച്ച് മുകളിലാണ്. അപ്പൊ റൂട്ട് 5.1 ഒക്കെ എടുത്താലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇനി ആയതുകൊണ്ട് വോളിയം അഥവാ വ്യാപ്തം എ സ്ക്വയർ, എ എത്രയാണ് 12 സ്ക്വയർ ഇൻറ്റു 5.2/3. 12ന്റെ സ്ക്വയർ 144 ഇൻറ്റു 5.2/3. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വ്യാപ്തം കിട്ടും, വോളിയം കിട്ടും. ഈസിയാണ്, ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A sector of central angle 216 degree is cut off from a circle of radius 15 cm and bent into a cone. എന്താണ് ഒരു സെക്ടറിന്റെ ആംഗിൾ 216 ആണ്. എന്താ സെക്ടർ എന്ന് പറഞ്ഞാൽ വൃത്താംശം. ഇവിടെ 216 ഉള്ള സ്ഥിതിക്ക് ആ വൃത്താംശം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അതെന്തുകൊണ്ടാ, ഒരു സ്ട്രൈറ്റ് ലൈൻ 180 ആണ്. അപ്പൊ 216 അല്ലെങ്കിൽ ഇത്രയെങ്കിലും വേണം. ഓക്കെ, അതിന് വരയ്ക്കണം എന്നൊന്നുമില്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇതിന്റെ റേഡിയസ് 15 ആണ്, ആരം എന്ന് പറഞ്ഞാൽ 15 ആണ്. ഓക്കെ, ഇത് മടക്കിയിട്ട് എന്തുണ്ടാക്കുന്നു, ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ റേഡിയസിനെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്നാണ് എടുക്കുക. ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എൽ, എന്താണ്, ചെരിവ് ഉയരം, സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ ഇതെന്തായി, 15 ആയി. ഓക്കെ, അപ്പൊ അവിടെ തന്നെ ഒരു ഉത്തരം കിട്ടി, 15 സെന്റിമീറ്റർ. അത് ചോദ്യത്തിൽ ഉണ്ടോ എനിക്കറിയില്ല. കാൽക്കുലേറ്റ് സ്ലാന്റ് ഹൈറ്റ് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ ആയി തുടങ്ങുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വരയ്ക്കാനത് നിർബന്ധമൊന്നും ഇല്ല. സെക്ടറിന്റെ റേഡിയസ് തന്നെയാണ് സ്ലാന്റ് ഹൈറ്റ് അല്ലെ. വൃത്താംശത്തിന്റെയോ വൃത്തത്തിന്റെയോ ആവട്ടോ, സർക്കിളിന്റെ ആവാം, വൃത്തത്തിന്റെയോ ആരം തന്നെയാണ് ചെരിവ് ഉയരം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താ, സ്ലാന്റ് ഹൈറ്റ് കാണണം. ബേസ് റേഡിയസ്, പാദ ആരം. ബേസ് റേഡിയസ്, പാദ ആരം. അതിനെയാണ് നമ്മൾ ചെറിയ അക്ഷരം ആർ അഥവാ ഈ നീളമാണ് നമ്മൾ ചെറിയ അക്ഷരം ആർ എടുക്കുക. അതെങ്ങനെയാണ് കിട്ടുക, ക്യാപിറ്റൽ ആർ ഇൻറ്റു സി ബൈ 360. സി എന്ന് വെച്ചാൽ സെൻട്രൽ ആംഗിൾ, അവിടുത്തെ കോൺ ആംഗിൾ അല്ലെ. ആർ എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 216/360. ഇത് കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഫോൺ ഉപയോഗിക്കുന്നു, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ബൈ 360 ചെയ്താൽ 9 എന്ന് കിട്ടും, 9 സെന്റിമീറ്റർ. അപ്പൊ പാദ ആരം അഥവാ ബേസ് റേഡിയസ് കിട്ടി. ഒരു ചോദ്യം കൂടി അതിൽ തന്നെ ഉണ്ട്, ഹൈറ്റ് ഓഫ് ദി കോൺ. ഹൈറ്റ് ഓഫ് ദി കോൺ കാണാൻ h സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ h സ്ക്വയർ കാണാൻ, h കാണാൻ വേണ്ടി ആദ്യം h സ്ക്വയർ കാണാൻ. എൽ സ്ക്വയർ 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. 15ന്റെ സ്ക്വയർ 225 മൈനസ് 81. 225 81 കുറച്ചാൽ 144 ആണ്. ആയതുകൊണ്ട് h എന്ന് പറഞ്ഞാൽ റൂട്ട് 144 അഥവാ 12. അപ്പൊ അതും കിട്ടിയല്ലോ. ലാസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ, കാൽക്കുലേറ്റ് വോളിയം ഓഫ് ദി കോൺ. വോളിയം വ്യാപ്തം എങ്ങനെ കാണുക, പൈ ആർ സ്ക്വയർ h ബൈ 3 അല്ലേ. പൈ ആർ സ്ക്വയർ h എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു
ആർ ആരം പാത ആരം ബേസ് റേഡിയസ് എത്രയാണ് 9 സ്ക്വയർ ഇൻറ്റു എച്ച് എച്ച് എന്ന് വെച്ചാൽ 12/3 12 3 വെട്ടാം 9 3 വെട്ടാം പക്ഷെ സ്ക്വയറിലോണ്ടാ വെട്ടാന് 4 അപ്പൊ പൈ ഇൻറ്റു 81 ഇൻറ്റു 4 80 ഇൻറ്റു 4 320 അപ്പൊ 324 പൈ സെന്റിമീറ്റർ ക്യൂബ് ഈ അർത്ഥമാണ് ക്യൂബ് ഇടണം കഴിഞ്ഞല്ലോ. അടുത്ത 3 ചോദ്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല കാരണം വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ്. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻസ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്, റിവിഷൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, മാരത്തോണിൽ ചെയ്തിട്ടുണ്ട്. വയ്യ പറഞ്ഞു ഞാനേ എടുത്ത്. ഓക്കെ, അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ബി ചെയ്തുകൊണ്ടിരിക്കും, മീൻസ് ചെയ്യുന്നതാണ്.